بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان ومن والاهم وعلينا وعلى مشايخنا وأساتذتنا وذوينا وأحبابنا ومصنفي كتبنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി ولا يبول ولا يتغوط تحت شجرة مثمرة. പഴം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ബൗലും തകവൂത്തും ചെയ്യരുത് എന്ന്. മുസ്മിറത്ത് എന്ന് പറഞ്ഞത് സമറത്ത് പഴം ഉണ്ടാകുമ്പോന്നുണ്ടോ, അല്ലെങ്കിൽ ആ മരം പഴം കായ്ക്കുന്നതാണ്, പക്ഷെ അത് കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ചെറിയ മാവ് പോലത്തെ ഒക്കെ കായ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ ആയാലോ ദാലിക്കാന, ആ മുസ്മിറത്താകുക എന്നുള്ളത് ആ ഷജറത്തിന്റെ ഷെയ്നിൽപ്പെട്ടതാണ്. ദാലിക്ക എന്ന് പറഞ്ഞാൽ ഇസ്മാർ, മുസ്മിറത്താകുക എന്നത് അത്ര മതി. അതിന്റെ ഷെയ്നിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഉജൂദ് സമർ ബിൽഫയിൽ അവിടെ ഉണ്ടാകണമെന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പെടും എന്ത് മാമിൻ ഷെയ്നി നൗഇയ്യൻ യുസ്മിറ ലാക്കിന്നഹു ലം യബുലുഗ് വന്നൽ ഇസ്മാറ ആദത്തൻ എന്നിങ്ങനെ എന്താണ് ഇബ്നു ഖാസിം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷെയ്ന് അതായ മതി. അപ്പോൾ ആ രീതിയിലുള്ള എന്താണ് പറങ്കിമാവ്, പറങ്കി മൂച്ചി എന്ന് പറയാല്ലേ വടക്കോട്ട്. അപ്പോൾ അത് എന്ന പോലെ മാവ് ഇങ്ങനത്തെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ മുരിങ്ങ മറ്റത് മറിച്ചത് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫയുക്റഹു മാലം യുതഹിരിൽ മഹല്ല. അപ്പൊ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. വലായബൂലു വലായ തഖവത്ത് ചെയ്ത അതിന്റെ ഹുക്കം എന്താ? കറാഹത്താണ്. അതെപ്പോ മാലം യുതഹിരിൽ മഹല്ല, ഇവനാ മഹല്ല് തത്ഹീറാക്കാൻ വിചാരിച്ചില്ലെങ്കിൽ അതിന്റെ ചുവട്ടിലാണ്, പക്ഷെ അവിടെ തത്ഹീറാക്കാൻ ഇവൻ വിചാരിച്ച കുഴപ്പമില്ല, കറാഹത്ത് വരില്ല. ഔ യഅലമ മജീഉ മാഇൻ യുതഹിറുഹു ഖബ്ല വുജൂദിഹാ, അല്ലെങ്കിൽ ആ സമറത്തുണ്ടാകുന്നതിൻ്റെ മുമ്പ്, ഉജൂദിഹ എന്ന് പറഞ്ഞാൽ സമറത്തുണ്ടാകുന്നതിൻ്റെ മുമ്പ് അവിടെ വെള്ളം വന്നിട്ട് ഇത് ശുദ്ധീകരിക്കും. അപ്പം വെറും മഴ പെയ്താൽ പോരാ, ഇത് തത്ഹീറാക്കുന്ന രീതിയിൽ എന്താകണം, വെള്ളം വരണം. ബൗലാണെങ്കിൽ പിന്നെ അത് മതിയാവുമല്ലോ, നല്ല ശക്തിയായ മഴ പെയ്താൽ. കായത്താണെങ്കിൽ പിന്നെ അത് അവിടുന്ന് ഒലിച്ചുകൊണ്ടേ, അപ്പം അതിന് ഒലിക്കുന്ന രീതിയിലുള്ള വരണം. ഖശിയത്ത തൽവീസിഹ, അതെന്തുകൊണ്ടാണ് ഈ മുസ്മിറത്തിന്റെ ചുവട്ടിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന് ഇല്ലത്ത് പറയുന്നില്ല. ആയബൂലു വലായ തഖവത്ത് ഖശിയത്ത തൽവീസിഹ, പിന്നെ സമറത്തിനെ അത് മലിനമാക്കും. മുസ്മിറത്ത് എന്നറിയപ്പെട്ട സമറത്തിലേക്ക് അലമീർ തൽവീസിഹ, അപ്പോ അത് മലിനാക്കും. അങ്ങനെ വീണാല്, അങ്ങനെ വീണ് മലിനായാലോ ഫത്താഫു, അപ്പം അത് വെറുക്കപ്പെടും. അപ്പം അത് ആൾക്കാർക്ക് അതിനോട് വെറുപ്പുണ്ടാവും. അപ്പം സാധനം നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പം ഈ ഖശിയത്തെ തൽവീസിഹാവ ത്വാഫു എന്ന് പറഞ്ഞതുകൊണ്ട് വമിൻഹു, അതിൽ നിന്ന് ഈ പറഞ്ഞ ഇല്ലത്തുണ്ടല്ലോ, അതിൽ നിന്ന് യൂഹത് പിടിക്കപ്പെടും. അന്നൽ കലാമ ഫി സമറത്തിൻ മൗക്കൂലത്തിൻ, മൗക്കൂലായ സമറത്താണ്, അല്ലാത്ത സമറത്തല്ല. മൗക്കൂലല്ലാത്ത വേറെന്തെങ്കിലും നഫ്ഒക്കെ ഉള്ള സമറത്തുകളാണെങ്കിൽ ഇതില്ല. പിന്നെ പഴം കായ്ക്കുന്നത് എന്നാണല്ലോ നമ്മൾ പണ്ട് അർത്ഥം വരിക, അർത്ഥം പറയല്, പഴം തിന്നുന്ന സാധനമാണല്ലോ. അപ്പം ഈ അതിൽ മാവും അങ്ങനത്തെ ഇതെല്ലാം പെട്ട്, പിന്നെ എന്നാൽ വേറെ കായ ഉണ്ടാകുന്നതാണെങ്കിലോ, വേറെ കായ ഉണ്ടാകുന്ന ഈ ഉന്നത്തിൻ്റെ കായ ഉണ്ടല്ലോ, അതായത് പഞ്ഞി ഉണ്ടാക്കുന്ന അതിൻ്റെ എന്താ മരത്തിൻ്റെ പേരെന്തായിരുന്നു, അപ്പോൾ അത് ഒന്നായിട്ട് അവിടെ താഴെ വീണാലോ, മറ്റേത് പുളി അതും ഇതെല്ലാം പെട്ട്.
അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് വരും. പക്ഷെ അങ്ങനല്ല. ഇല്ലായ്യോ കാല അന്ന ഗൈറഹായു ആ ഫുസ്ത്യമാലുഹു മൗക്കൂലത്താവുമ്പോൾ തിന്നൽ വെറുക്കും, മറ്റുള്ളതാവുമ്പോൾ അതിനെ ഉപയോഗിക്കാനും വെറുക്കുമല്ലോ. അപ്പം ഇസ്തിഅമാൽ എന്താണ് യുആഹു, അതുകൊണ്ട് എന്താണ് അവിടെയും ചെയ്യരുത്. വൈൻ തഹുറ അത് ശുദ്ധിയായാലും ശരി ഇസ്തിഅമാൽ വെറുക്കും. പിന്നെ അത് മലം പറ്റിയതല്ലേ മൂത്രം പറ്റിയതല്ലേ എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അപ്പം അതുകൊണ്ട് അക്കിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും നമായുന്തഫഅബിഹി ബി അക്കിലിൻ ഔ ഗൈരിഹി എന്നാണ് എന്ത്. അപ്പം ഈ പറഞ്ഞ ഇല്ലായു കാലൻ്റെ ശേഷമുള്ള ഇന്തിഫായുള്ള ഏത് സമറത്താണെങ്കിലും അപ്പോൾ തെങ്ങിൻ്റെ വീട്ടിലൊക്കെ പറ്റൂല എന്ന് വരും. കാരണം എന്താ, അത് പിന്നെ എന്താണ് മായുന്തഫഅബിഹി ആണല്ലോ, അതിന് പുറമെ മൗക്കൂലുമാണ് അല്ലേ. പിന്നെ വൈൻ തഹുറ വഫി ഉമൂമിഹി നദറുൻ, എന്നാൽ അങ്ങനെ ഇല്ലായോ കാല എന്താണ് അന്ന ഗൈറഹായു ആബിസ്തിഅമാലുഹു എന്ന് പറഞ്ഞ അതിൻ്റെ അപ്പോൾ അതനുസരിച്ച് ഏത് ആണെങ്കിലും, ഏത് സമറത്ത് മൗക്കൂലത്താണെങ്കിലും അല്ലെങ്കിലും എന്ത് സമറത്തുണ്ടായാലും എന്ന് പറയുന്നത് ആ ഉമൂമ് നദറാണ്, നദറുൻ ലാഹിറുൻ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇബ്നു ഖാസിം പറഞ്ഞ മാതിരി മായുന്തഫഉ ബിഹി ബി അക്കിലിൻ ഔ ഗൈരിഹി. അപ്പം മൗക്കൂല്, അത് കഴിഞ്ഞാൽ പിന്നെ മുന്തഫഉ ബിഹി ആയ സമർ, അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എന്ത് കായ്ക്കുന്ന സാധനമാണെങ്കിലും അങ്ങനെ അത് ജനങ്ങൾ എന്താണ് നഫ് എടുക്കുന്ന അല്ലെങ്കിലും ശരി എന്ന് വരും. അത് ആ ഉമൂമ് എന്ന് പറഞ്ഞാൽ ആ ഉമൂമിന് തന്നെ നദറുണ്ട്. ഇനി വൽ കറാഹത്തു ഫിൽ ഗായത്തി, ഗായത്തിൽ കറാഹത്ത് അഖഫു, അത് അഖഫാണ്. മിൻ ഹൈസു അന്നഹു യുറ, അത് കാണുമല്ലോ, ഗായത്ത് കാണപ്പെടും. അപ്പം എന്താവും ഫയുജിത്തനബു ഔ യുതഖറു, ഒന്നിലെ പഴം എന്ത് ചെയ്യും, അത് വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ അത് ശുദ്ധീകരിച്ചിട്ട് ഉപയോഗിക്കും. അപ്പം അതുകൊണ്ട് കാണാമല്ലോ, അപ്പം ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നുള്ളവർക്ക് കറാഹത്തിന് ഖിഫത്തുണ്ട്. വഫിൽ ബൗലി, ബൗലിലെ കറാഹത്താകുന്നത് അഖഫു, അത് അഖഫാണ്. മിൻ ഹൈസു ഇഖ്ദാമിൻ നാസി ഗാലിബൻ, ജനങ്ങൾ മുന്നോട്ട് വരും എന്തിന്, ഗാലിബിലു അല അഖിലിമ തുഹിറ മിൻഹു, ആ ബൗലിൽ നിന്ന് തത്ഹീറാക്കപ്പെട്ട ഒന്നിനെ എന്താണ് ആ തിന്നാന്. മൂത്രായാൽ എന്ത് ചെയ്യുക, അത് കഴുകിയിട്ടങ്ങ് തിന്നും അല്ലേ. ഇപ്പോൾ വീട്ടിൽ എന്താണ് ആ മാങ്ങയോ ആപ്പിളോ അങ്ങനെ എന്തോ എടുത്ത്, അപ്പോൾ അവിടെ നിലത്ത് കുട്ടി മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് വീണുപോയി, എന്നാൽ പിന്നെ കഴുകി തിന്നുമല്ലോ എന്ന് പറയുന്ന മാതിരി. അപ്പം അങ്ങനെയാണ് ബൗലിൽ, അതുകൊണ്ട് അഖഫാണ്. ബി ഖിലാഫിൽ ഗായത്തി, ഗായത്തിൽ വീണത് അങ്ങനെ കഴുകി തിന്നൽ കുറവ്, അത് ഒഴിവാക്കില്ല. വലാഹാദ യുഹ്മലുൽ ഇഖ്തിലാഫു ഫീ ദാലിക, ഈ പറഞ്ഞ തഫ്സീലിൻ്റെ മേലിൽ അവിടെയുള്ള ഖിലാഫ് ഹംല് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ചില അയിമ്മത്ത് പറഞ്ഞെന്ത് ഗായത്തിലെ കറാഹത്ത് അഖഫാണ്, വേറെ ചിലർ പറഞ്ഞ് ബൗലിലെ കറാഹത്ത് അഖഫാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് വജുഹുള്ള നോക്കിയിട്ട് രണ്ടിലും അഖഫിയ്യത്തുണ്ട്, എന്നാൽ കറാഹത്ത് ഹുക്കുമിൽ നോക്കുമ്പോൾ തുല്യമാണ് എന്ന് വരും. അങ്ങനെ പിന്നെ വലായത്തക്കല്ലമു, അപ്പം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അയ്യുക്റഹു ലഹു, ഈ ഖാദിൽ ഹാജത്തിന്, ലഹു എന്ന് പറഞ്ഞാൽ ഖാദിൽ ഹാജത്താണല്ലോ, ഇവന് കറാഹത്താക്കപ്പെടും. തക്കല്ലുമുൻ ഹാല ഹുറൂജ് ബൗലിൻ ഔഗായത്തിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലായത്തക്കല്ലം എന്ന് പറഞ്ഞതും എന്താണ്, നഹി തൻസീഹിനായിട്ട് ചെയ്യൽ കറാഹത്താണ്. പിന്നെ ഇല്ലാലി മസ്ലഹത്തിന്, ആവശ്യത്തിനൊഴിച്ച്, ഇല്ലാലി മസ്ലഹത്തിന് എന്നുള്ളടത്ത് വേറെ തവിലുള്ള ഇല്ലാലി ലറൂറത്തിനെന്നാ. അപ്പോൾ ഒരു ആമയെ തഹദീറാക്കണോ, ഓനിങ്ങനെ നടന്നു വരുന്നുണ്ട്, ഇപ്പം കലാവുൽ ഹാജത്ത് നടത്തിക്കൊണ്ടിരിക്കുക, അവിടെ ഒരു മരം ഉണ്ട്, അതിൽ പോയി മുട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ട്, അതിൽ പോയി എന്താണ് തട്ടും. അപ്പോൾ എന്താണ് പറയണോ,
അപ്പോൾ അവിടുന്ന് പറയാം തക്കല്ലുമുൻ സംസാരിക്കൽ കറാഹത്താണ് ഹാല ഖുറൂജി ബൗലിൻ നവായിത്തിൻ ഈ മൂത്രവും വായത്തും ഖാരിജായിക്കൊണ്ടിരിക്കുമ്പോൾ തക്കല്ലുമ ഹറാമാണ് എന്നോ. അപ്പോൾ അത് ഖാരിജായില്ല, ഇവന് ഇരുന്നതേ ഉള്ളൂ, പുറപ്പെട്ട് തുടങ്ങിയില്ല. അല്ലെങ്കിൽ പുറപ്പെട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കുമല്ലോ, അതെല്ലാം പൂർണ്ണമായിട്ട് പോയി തീരുന്നതിന് ഒരു ഇൻകിത്താവിന് വേണ്ടി ഒരു അല്പസമയം അവിടെ ഇരിക്കും. ആ സമയത്തും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നെങ്കിൽ ഇടക്കതിൻ്റെ സമയം ഉണ്ടാവും, അപ്പോഴും എന്ത് വരൂല, ഈ കറാഹത്ത് വരൂല. അതാ ഹാല ഖുറൂജ് എന്ന് പറഞ്ഞ്. വലോബി ഗൈരി ദിക്കിരിൻ ഔ റദ്ദി സലാമിൻ, അത് ദിക്റല്ലാത്തത് കൊണ്ടുള്ള തക്കല്ലുമാണെങ്കിലും റദ്ദ് സലാം അല്ലാത്തത് കൊണ്ടുള്ള തക്കല്ലുമാണെങ്കിലും കറാഹത്ത് തന്നെ ഈ ഹാലുൽ ഖുറൂജിൽ. എന്നാൽ ഹാലുൽ ഖുറൂജ് അല്ലാത്തപ്പോൾ അവിടെ ദിക്റും ഖുർആനും റദ്ദു സലാമും ഇതൊന്നും അതൊക്കെ കറാഹത്താണെന്ന് ശേഷം പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ സമയത്തെല്ലാം കറാഹത്ത, ദിക്റാണെങ്കിലും അല്ലെങ്കിലും എല്ലാം. കാരണം എന്താ, ലിന്നഹി അനി തഹദ്ദുസ് അലൽ ഗായിത്തി, ഗായത്തിൻ്റെ മേലിൽ തഹദ്ദുസ് അതിനെ തൊട്ട് നെഹിച്ചിട്ടുണ്ട്. അലൽ ഗായത്തി എന്ന് പറഞ്ഞാൽ ഹാല ഖുറൂജിൽ ഗായത്തി എന്നർത്ഥം. ഗായത്ത് പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് നെഹി വന്നിട്ടുണ്ട്. വലോ ആത്തസ, അപ്പോൾ ഇവൻ തുമ്മിയാലോ ഹംദ് പറയണോ വേണ്ടേ, അതൊരു ആരിലായ കാരണമാണല്ലോ. അത് ഹമിദ ബി ഖൽബിഹി ഫഖത്ത്, ഹൃദയം കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ഹംദ് പറയുക, അൽഹംദുലില്ലാ എന്ന് മനസ്സിൽ പറയുക, അത്രേ ഉള്ളൂ. പിന്നെ കമുജാമിഉൻ, അവിടെ ഖൽബിയായ ദിക്റിന് സവാബില്ല എന്ന് നബിമാമ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഖൽബിയായ ദിക്റല്ലേ, ഇതിന് കൂലി ഉണ്ടാവുമോ എന്ന് അവിടെ ഇഷ്കാൽ പറയുന്നുണ്ട്. ഇത് ഖൽബിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ ഇത് മത്ലൂബാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂലി ഉണ്ടാവും. മറ്റേ ഖൽബിയായ ദിക്റിന് കൂലി ഇല്ല എന്ന് പറഞ്ഞാൽ ലിസാന് കൊണ്ട് ചെല്ലുന്നതിൻ്റെ കൂലി ഇല്ല എന്നായിരിക്കും, അല്ല ഖൽബിയായ ദിക്റിന് തീരെ കൂലി ഇല്ല എന്ന് പറഞ്ഞുകൂടല്ലോ. പിന്നെ അപ്പം അങ്ങനെ മുജാമിനാരെ പോലെ ജിമായി ചെയ്യുന്നവനെ പോലെ ഇവനും എന്താണ് ആ ജിമായി ചെയ്യുന്ന അവസരത്തിൽ, അതായത് ആ ഈലാജ് നടക്കുന്ന അവസരത്തിൽ സംസാരിക്കൽ കറാത്താണ്. അത് ഈ ദിക്റാണെങ്കിലും അല്ലാത്ത സംസാരമാണെങ്കിലും. ഫൈൻ തക്കല്ലമ വലം യുസ്മിഉ നഫ്സഹു, അപ്പോൾ ഇവനെന്ത് ചെയ്തു, അവിടെ ഇരുന്ന് സംസാരിച്ചു. മനസ്സിൽ എന്താണ്, മനസ്സിലാണ്, ഇവൻ്റെ ശരീരം കേൾക്കുന്നില്ല. ഫലാ കറാഹത്ത്, അപ്പം കറാഹത്തില്ല. ഔ ഖശിയ വുഖൂഅ മഅ്ദൂരിൻ ബിഗൈരിഹി ലൗലൽ കലാമു, അല്ലെങ്കിൽ ഇവൻ പേടിച്ചു തക്കല്ലമൻ്റെ മേലത്ത്. അപ്പോൾ ഫൈൻ ഖശിയ വുഖൂഅ മഅ്ദൂരിൻ, ഇവൻ്റെ എന്താണ് ഖാദിൽ ഹാജത്ത്, അവൻ്റെ ഖുറൂജ് ബൗൽ ഗായത്തിൻ്റെ സമയമാണ്. അപ്പം എന്ത് ചെയ്തു, ഒരു മഹദൂർ, ഒരു അപകടം സംഭവിക്കും, ബിഗൈരിഹി മറ്റൊരാളിന്. ലൗലൽ കലാം, ഇവൻ സംസാരിച്ചവൻ പറഞ്ഞില്ലെങ്കിൽ എന്താണ് എന്ന് പേടിച്ചാൽ അപ്പോഴോ വജബ, അപ്പം ആ മഹദൂറിനെ തൊട്ടെന്ത് പിന്നെ അറിയിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കൽ നിർബന്ധമാവും. അപ്പോൾ സംസാരിക്കൽ കറാത്തുള്ളതും കറാത്തില്ലാത്തതും നിർബന്ധമായതുമായി. അതവിടെ ഇല്ലാലി മസലഹത്തിൻ എന്ന് പറഞ്ഞൊരു മസലഹത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അത് വാജിബാകുന്ന രൂപമാണത്. അമ്മാമ അദിമി ഖുറൂജ് ഷെയ്ൻ, അപ്പോൾ ഹാല ഖുറൂജിൻ്റെ മുഹ്തറസ്, ഒരു ഷെയ്യും ഖാരിജ് ആകാതിരിക്കുമ്പോൾ ഫയുക്റഹു, അപ്പോൾ കലാമ് തക്കല്ലുമ് കറാഹത്താണ്. സമീർ മുമ്പ് പറഞ്ഞ തക്കല്ലുമിലേക്ക് ബിദിക്രിൻ, ദിക്റ് കൊണ്ട് ഖുർആനിൽ അല്ലെ ഖുർആൻ കൊണ്ട് ഫഖത്ത്, അത് മാത്രം കറാഹത്താണ്. ദുന്യവിയായ സംസാരമൊന്നും കറാഹത്തില്ല. അപ്പം വേണമെങ്കിൽ ആ നേരത്തെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാന്നർത്ഥം. വഖ്തീറത്തഹരീമു ഫിൽ ഖുർആനി, അവിടെ വൈനുഖ്തീറ എന്നൊരു മുബാലകത്തിൻ്റെ ഇന്നുകൊണ്ട് നുസ്ഖണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഏതായാലും എന്താണ്, അങ്ങനെ ഖുർആൻ കൊണ്ട് തക്കല്ലുമ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതില്ല, അത് ലൈഫാണ്. ഖുർആൻ കൊണ്ടും എന്താണ് കറാഹത്ത് തന്നെയുള്ളൂ. ഇനി വലായസ്തൻജി ബിമായിൻ, ഇവന് ഫി മജ്ലിസിഹി, ആ ഖളാഉൽ ഹാജത്ത് നടത്തിയ സ്ഥലത്ത് എന്ത് ചെയ്യരുത്, വെള്ളം കൊണ്ട് ഇസ്തിൻജാ ചെയ്യരുത്, മാറിയിരിക്കണം. അതെവിടെ, ബിഗൈരി മുഅദ്ദിൻ, മുഅദ്ദല്ലാത്തതിൽ. ചില മുഅദ്ദായതിലൊക്കെ എന്താണ് രണ്ടിനും വേറെ വേറെ സ്ഥലം ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഉണ്ട്, ക്ലോസറ്റ് 2 വെക്കും.
ഒന്ന് ഇതിന്റെ വിസർജനത്തിനും മറ്റേതൊന്ന് കഴുകാനും. പിന്നെ അപ്പം അവിടെ മാറിയിരിക്കണമെന്നില്ല, വിസർജനം ചെയ്യുന്നതിൽ തന്നെ ചെയ്യാം. പക്ഷേ അവിടെ ഒരു കൈതുണ്ട്, അതാ പിന്നെ പറയുന്ന ഔബിഹി അല്ലെങ്കിൽ മുഅദ്ദിൽ തന്നെ. എപ്പോ ഇൻ സൈദ മിൻഹു ഹവാഉൻ, അതിൽ നിന്ന് ഹവ മുകളിലോട്ട് വരുന്നുണ്ട്, മുകളിലോട്ട് ഇങ്ങനെ ഏറെ വരുന്നുണ്ട്. അങ്ങനെ ഹവ മുകളിലോട്ട് വരുന്നുണ്ട്. എന്ത് ഹവാ ഉൻ മഖ്ലൂബുന്ന, സാധാരണ താഴോട്ടാണല്ലോ പോകേണ്ടത്, പക്ഷെ തിരിച്ചു വരുന്നുണ്ട്. അതാ മഖ്ലൂബുൻ, മുകളിലേക്ക് മറിഞ്ഞ എന്ത് എതിർ ദിശയിൽ താഴേന്ന് മുകളിലോട്ട് വരുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഫയുക്റഹു, അപ്പം ഈ പറഞ്ഞ മുഅദ്ദിലും മറ്റേലും എന്താണ് കറാഹത്താണ്. ഖശിയത്ത തനജ്ജുസിഹി, പിന്നെ നജസാകുമോ എന്ന് പേടിച്ചിട്ട്, ഇവന്റെ ശരീരത്തിന് നജസ് പറ്റുമോ എന്നുള്ളത് പേടിച്ചിട്ട് അപ്പം അവിടെ ചെയ്യരുത്, മാറിയിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ വയുസന്നുലി മുസ്തഞ്ചിം ബി ഹജരിൻ അജ്മുൽ ഇന്തിഖാലി, ഇപ്പൊ ഈ പറഞ്ഞ വെള്ളം കൊണ്ട് എന്നല്ലേ, അപ്പൊ ഹജർ കൊണ്ട് ഇസ്തിഞ്ച ചെയ്യുന്നവനോ ഒമാറണ്ട, മാറാതിരിക്കൽ സുന്നത്താണ്, അവിടെ തന്നെ ഇരുന്ന് ഇസ്തിഞ്ച ചെയ്യണം എന്നല്ല. ബൽ യൽസമുഹു, അവന് നിർബന്ധാകും. എന്ത് ഹൈസുല മാ, വെള്ളമില്ലാത്ത അവസരത്തിൽ അവിടെ തന്നെ ഇരുന്ന് ഇസ്തിഞ്ച ചെയ്യൽ നിർബന്ധമാകും. എന്ത് വെള്ളം? യക്ഫീഹി ലി തഹാറത്തിൽ ഖുബുസി വൽ ഹദസി, കണ്ടോ, ഖുബുസിനെ തൊട്ടും പിന്നെ ഹദസ് ഒതുവെടുക്കാനും കൂടി മതിയായ വെള്ളം ഇല്ല ഇവന്റെ അടുത്ത്, കുറച്ച് വെള്ളമേ ഉള്ളൂ. എന്നാ പിന്നെ അതുകൊണ്ട് ഒതുവെടുക്കണ്ടേ, ഇതെന്താക്കണം, ഇത് പിന്നെ ഹജർ കൊണ്ട് ഇസ്തിഞ്ച ചെയ്യും വേണം. ആ സ്ഥലത്ത് എഴുന്നേക്കാതിരിക്കൽ എന്താണ് നിർബന്ധമാണ് എന്നാ. അപ്പൊ അതെന്താ, വഖദ് ദഖലൽ വക്തു, സമയമാകുകയും ചെയ്തു. സമയമാകുന്നതിന് മുമ്പല്ല, കാരണം സമയമാകുമ്പോഴല്ലേ ഇത് നിർബന്ധമാവുള്ളൂ. കാരണം ലിയന്ന ഖിയാമഹു, അത് യൽസമുഹു എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നില്ല. ലിയന്ന ഖിയാമഹു, കാരണം ഇവൻ അവിടുന്ന് എഴുന്നേക്കല്ലേ, യംനഉഹു, അവനെ തടയും. എന്തിനെ തടയും? ഇജ്സാ അൽ ഹജരി, ഇജ്സാ, ഇവിടെ അജിസാഗ് എന്ന് എഴുതിയ, അജിസാഗ് ഇജ്സാഗും തിരിയല്. അലിഫിന്റെ മുകളിൽ ഹംസ ഇട്ടാൽ അജിസാഗ്ന, താഴെ ഇട്ടാൽ ഇജിസാഗ്ന, അല്ലെ മുകളിലിടുമ്പോ ലംബും വായിക്കും. അപ്പോ അങ്ങനെയാണ്. അത് ഈ പുള്ളിയൊക്കെ ഇടുന്ന കാലത്തുള്ള പരിഷ്കാരത്തിൽ പെട്ടത്, അതിനു മുമ്പ് അതില്ല. അത് യംനഉഹു ഇജ്സാ ഉൽ ഹജരി, കല്ല് മതിയാകലിനെ തടയും. ഇല്ല അൻ യുബാഇദ മാ ബൈന ഫഖിദൈഹി, അവന്റെ രണ്ട് ഫഖദിന്റെ ഇടയിലുള്ള ഭാഗം അകത്തി പിടിച്ചാലല്ലാതെ. ബിഹൈസു ലാ യതമാസ്സ ബാത്തിനാ സഫഹതൈഹി, എങ്ങനെ അകത്തി? പിന്നെ ഒരവസ്ഥയിൽ, കൂട്ടിമുട്ടാത്ത അവസ്ഥയിൽ. ലാ യതമാസ്സ, എന്ത്? ബാത്തിനാ സഫഹതൈഹി, ഇവന്റെ രണ്ട് ചന്തിന്റെ ഉൾഭാഗം കൂട്ടിമുട്ടാത്ത രീതിയിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് എഴുന്നേക്കാതിരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത് എന്തിനാ? അത് തഖവ്വുത്ത് കഴിഞ്ഞിട്ടാ, മലവിസർജനം കഴിഞ്ഞിട്ടല്ല ആണ്. പിന്നെ മൂത്രത്തിന്റെ അവിടെ എന്ന് പറഞ്ഞാല് ഇസ്തിബ്റാഉം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറ്റാനുണ്ടാവില്ലല്ലോ, അപ്പൊ ഇറ്റുമെന്നുള്ള പേടി പിന്നില്ല. അപ്പം വേണമെങ്കിൽ എഴുന്നേറ്റ് മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കാരണം എന്താണ്, ആ പുറപ്പെട്ട മഖ്റജിനെയും തൊട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പിന്നെ എന്താണ്, അപ്പുറത്തോ അപ്പുറത്തോ പറ്റിപ്പോയാൽ എന്താണ്, കല്ല് മതിയാവൂല എന്നല്ലേ. അപ്പൊ പിന്നെ എഴുന്നേൽക്കുമ്പോൾ അപ്പുറം അപ്പുറം കൂട്ടിമുട്ടിയാൽ അവിടെ എല്ലാം പരക്കുമല്ലോ. അപ്പൊ പിന്നെ കല്ല് മതിയാതാവും, വെള്ളമാണ് ഇല്ലാനും. അപ്പൊ അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കണം എന്നാ. ഇനി വയസ്തബിരിയു, ഇസ്തിബ്റാ ചെയ്യണം. നദുബൻ, ഇസ്തിബ്റാ സുന്നത്താ. ഇസ്തിബ്റാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ബറാഅത്തിനെ തേടുക എന്നല്ലേ. ബറാഅത്തിനെ തേടുക എന്ന് പറഞ്ഞാല് ഒഴിവാകലിനെ തേടുക. അതായത് മലവും മൂത്രമൊക്കെ പൂർണ്ണമായും ഒട്ടും ശേഷിക്കാത്ത രീതിയിൽ പോകാനുള്ള പണിയെടുക്കുക. നദുബൻ. പിന്നെ വഖീല ഉജൂബൻ, വന്തസറ ലഹു ജംഉൻ, ആ വാജിബാണ് എന്നുള്ളതിനെ ഒരു ജമ്മ സഹായിച്ചിട്ടുണ്ട്. ഇന്ന ഔദഹു, ആ ബൗലോകായിത്തോ ഔദഹു ലമീർ ഇവിടുന്ന് അറിയപ്പെട്ട ഒരു ലമീറാ. ലൗലൽ ഇസ്തിബ്റാഉ, ഇസ്തിബ്റാ ഇല്ലെങ്കിൽ ഇവന് കഴുകിയൊക്കെ എഴുന്നേറ്റതിന് ശേഷം പിന്നെ അതിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിർബന്ധമാണ് ഇസ്തിബ്റാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഖീല ഉജൂബൻ എന്ന് പറഞ്ഞത്
നെദ്ബൻ എന്ന് പറഞ്ഞത് ഇത് ഇല്ലാത്ത അവസ്ഥയിലാ. ഇത് ഉണ്ടാകുന്ന അവസ്ഥയിൽ ആ ഖിലാഫുണ്ടോ? അതില്ല. ഇതുണ്ടാകുന്ന അവസ്ഥയിൽ ഖിലാഫില്ലാന്നാ. വാജിബാണ് എന്ന് അവിടെ ഇബ്നു ഖാസിമോ മറ്റോ പറയുന്നുണ്ട്. പിന്നെ പക്ഷേ തുഹഫന്റെ ലാഹിർ അവിടെ ഖിലാഫുണ്ട് എന്നാ. പിന്നെ വയസ്തബിരു മിനൽ ബൗലി, ബൗലിൽ നിന്ന്, വക്കതൽ ഗായത്തിൽ നിന്നും വേണം ഇസ്തിബ്റാ, ബൗലിൽ നിന്ന് മാത്രമല്ല. അപ്പോ ഇൻ ഖശിയ ഔദു ഷൈഇൻ മിൻഹു ഇൻദഖിതാഇഹി ഫീമാ ഇൻ ഖശിയ പേടിച്ചാൽ ഔദ ഷൈഇൻ മിൻഹു ഗായത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മടങ്ങുമെന്ന് പേടിച്ചാൽ അപ്പോൾ ഗായത്വം അങ്ങനെ തന്നെയാണ് എന്നാ. പിന്നെ അപ്പൊ ഗായത്തുനിന്ന് ഇസ്തിബ്റാ എങ്ങനെ? അത് ഈ എന്താണ് മക്കാദത്ത്, ഇവന്റെ ആ മലദ്വാരം പുറത്തേക്ക് തള്ളിയിട്ടൊക്കെ ഒരനക്കോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് പൂർണ്ണമായും പോയി തീരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടല്ലോ. അത് തന്നെ പിന്നെ ശ്വാസം കൊണ്ട് ഇങ്ങനെ തള്ളുമല്ലോ, അങ്ങനെയൊക്കെ. എപ്പോഴാണ് ഇത് വേണ്ടത്? എന്തെങ്കിത്താഴി ഫിമായൽഹറു, ആ ഇസ്തിബ്റാ ചെയ്യണം അത് മുങ്കത്തിയാവുമ്പോൾ. എന്തെങ്കിത്താഴി എന്ന് പറഞ്ഞത് അതിനോട് ബന്ധിച്ചതാ, യസ്തബിരിയു എന്നുള്ളതിനോട്. അത് ബൗല് മുങ്കത്തിയാവുമ്പോൾ പോലെ തന്നെയാണ് എന്ത്, പിന്നെ ഗായത്ത് മുങ്കത്തിയാവുമ്പോഴും. അതെങ്ങനെയാ വേണ്ടത്? ബിനഹവി തനഹനുഹിൻ. പക്ഷെ ഇത് തനഹനുഹ് വനത്തർ ദക്കർ ജദ്ബ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എങ്കിത്തായിന്റെ ലമീർ ആ ബൗലിലേക്ക് മാത്രമാണ്. പിന്നെ മറ്റേ ഹുക്കും അങ്ങനെ തന്നെയാണ്, എങ്കിത്തായിന്റെ സമയത്താക വേണ്ടി. ഇനി എന്തോ ബാക്കിയുണ്ടോ എന്നുള്ള നിലക്ക് അങ്ങനെയൊക്കെ ചെയ്യണം. ഫീമാ യദ്ഹറു ബിനഹവി തനഹനുഹിൻ, തൊണ്ട അനക്കുമ്പോൾ എങ്ങനെ മൂത്രം പോവുക? അത് ഈ നാഡീ നരമ്പൊക്കെ ഒന്ന് അനങ്ങുമല്ലോ, പേശികളൊക്കെ ഒന്ന് ഇളകും. അപ്പൊ അങ്ങനെ പോയി തീരും. നെത്തിരി ദക്കരിൻ, നെത്തിരി എന്ന് താ കൊണ്ട് ചില കിതാബില് വനസിരി എന്ന പിഴിയണം എന്നാണ് പണ്ട് അർത്ഥം പറയല്, അല്ലെ? ജദ്ബിഹി, അതിനെന്താകണം? അമർത്തണം, വലിക്കണം എന്നൊക്കെയാണ് ജദ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതതിനകത്ത് തഫ്സീറാന്നാ പറയുന്നത്. അങ്ങനെ ബി ലുത്തുഫിൻ, ലുത്തുഫോടുകൂടെ, മയത്തോടുകൂടെ, അമർത്തിയിട്ടാക്കരുത്. എന്തിനാ അമർത്തിയാക്കരുത് എന്ന് പറയാൻ കാരണം ലുത്തുഫോടുകൂടെ ആക്കണം എന്ന് പറഞ്ഞതിൽ അല്ല യുലഇഫഹു, ആ നെത്തർ ഈ ദക്കറിനെ ബലക്ഷയം, അതിന് ക്ഷീണം വരുത്താതിരിക്കാൻ അമർത്തിയിട്ട് ഇങ്ങനെ ആക്കിയാലേ കുറെ കാലം ആക്കുമ്പോൾ അതിൽ നാഡീ നരമ്പും പേശിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണല്ലോ, അതിനൊക്കെ ക്ഷീണം സംഭവിക്കും. അപ്പം അത് വരാതിരിക്കാൻ. അങ്ങനെ ആയാലും പിന്നെ ഇങ്ങനെ ഇന്തിഷാറിന് പ്രശ്നം ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുവരും, ഈ സെൽസ് രോഗം വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം അതാ പറഞ്ഞത് അല്ലാ യുദഇഫഹു, ഇങ്ങനെയാ വേണ്ടത്. ഖാല ബഅദുഹും വദഖിൽ അർളി ബിനഹവി ഹജരിൻ, ചിലർ പറഞ്ഞ് എന്താണ് ഹജർ പോലത്തത് കൊണ്ട് നിലത്ത് എന്ത് ചെയ്യുക, തട്ടുക, ഇടിക്കുക എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ആകുമ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് ഇളകുമല്ലോ. അത് ഈ തനഹുനുഹ് പോലെ അതായിരിക്കണം പറഞ്ഞത്. പിന്നെ അപ്പം എന്തെങ്കിലും കൊണ്ടിങ്ങനെ നിലത്തൊക്കെ കുത്തുന്നെ എന്ത് ചെയ്യും, വടിവെച്ചോ കല്ല് വെച്ചോ, അപ്പോൾ ഇത് ഒരു അനക്കോ ഇളക്കമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് പോയി തീരുന്നർത്ഥം. പിന്നെ അത് ഈ പാത്രത്തിൽ നിന്നൊരു സാധനം പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം അതിന്മേൽ ഒരു തട്ടൽ തട്ടുമല്ലോ എന്ന പോലെ, ഉള്ളണ്ട് വീഴാൻ വേണ്ടിയിട്ട്. പിന്നെ മസഹിൽ ബത്തിനി എന്ന പോലെ വദഖിൽ അർളി, അതെന്തിൻ്റെ മേലെത്തുഫ? ബിനഹവി തനഹുനുഹുൻ എന്നതിൻ്റെ മേലെത്തുഫ. പിന്നെ അപ്പോൾ മജ്റൂറായിട്ടാണ് വായിക്കുക. ദഖിൽ അർളി വ മസഹിൽ ബത്തിനി, വയറ് തടകൽ പോലെ. അഖദമ്മിൻ അമ്രി ഗാസിലിൽ മയ്യിത്തി ബിഹി, ആ വയറ് തടകുക എന്നുള്ളതിന് കാരണം പറഞ്ഞ അതെന്തെന്ന് പിടിച്ചതാ? മിൻ അമ്രി, കൽപ്പന ഉള്ളതിൽ നിന്ന്. ഗാസിലിൽ മയ്യിത്തി, മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളിനോട് കൽപ്പന ഉണ്ട്, ബിഹി, ആ വയറ് തടകാന്. അപ്പൊ അതിന്ന് ഇത് ഇന്ദഹ ബഅദ് പറഞ്ഞത് കഴിഞ്ഞ്. ഇനി മസഹി ദക്കരിൻ വ ഉൻസ മജാമിഅൽ ഉറൂഖി ബിയദിഹി. അപ്പോ ദക്കർ ഇങ്ങനെ വീഴുക പറഞ്ഞ പോലെ നരമ്പുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ആണും പെണ്ണും തടകൽ കൊണ്ടും മസഹി ദക്കരിൻ വ ഉൻസ ബിയദിഹി വഗൈരി ദാലിക,
അത് നരമ്പൊരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഈ ഉൻസയൈൻ ദക്കർ ഉൻസയൈനി എന്നതിൻ്റെയും പിന്നെ ദുബറിൻ്റെയും ഇടയിലുള്ള ഭാഗം. അവിടെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് തടയുക, അമർത്തുക ഒക്കെ. ഹൽക്കത്തു ദുബുറു മുതൽ ഇങ്ങോട്ട് മുന്നോട്ട് തടകിയിട്ട് ദക്കറിൻ്റെ തലവരെ തടകുക എന്നൊക്കെ ഈ പറഞ്ഞ നത്തിറിനൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് എന്ത് ഈ പറഞ്ഞ മജാമിയുൽ ഉറൂഖ് തടകുക എന്ന് പറഞ്ഞത്. വൈരിതാലിക്ക് അതല്ലാത്തതും. അപ്പോൾ പെണ്ണ് ആനത്തിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക? ഞെക്കുക, തടകുക എന്നൊക്കെ പറയുന്നുണ്ട്. മിമ്മത്താദഹു മുഖ്രിജൻ ലിൽ ഫളലത്തി, അതായത് ഇതല്ലാത്ത മിമ്മ ഒരു കാര്യം, എഴുത്താദഹു ഈ ഖാലിൽ ഹാജത്ത് അത് പതിവാക്കി, മുഖ്രിജൻ ലിൽ ഫളലത്തി ബാക്കിയുള്ള ഫളലത്ത് എന്ന് പറഞ്ഞാൽ അവശിഷ്ടം എന്നല്ലേ, അതിനെ ഇഖ്റാജ് ചെയ്യുന്നതിൻ മുഖ്രിജൻ ഇഖ്റാജ് ചെയ്യുന്നവനായ നിലയിൽ പതിവാക്കിയൊരു കാര്യം. ലിഅല്ലാ യഊദ ഷൈഉൻ, അത് ചെയ്യണം എന്ന് പറഞ്ഞതിന് പറയാം. അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ എന്താണ് ഇങ്ങനെ തൊണ്ടാനിക്കാൻ മതിയാവും, ചിലർക്ക് തടകേണ്ടി വരും, ചിലർക്കൊന്ന് എഴുന്നേൽക്കേണ്ടി വരും, ചിലർക്കൊന്ന് നടക്കേണ്ടി വരും. നടക്കുന്ന കിതാബ് പറയുന്നുണ്ട് അതിൻ്റെ ഗായത്ത് 70 ചവിട്ടടി വരെ നടക്കുക എന്നാണ്, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പിന്നെ ചിലർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് കരുതി. ഫയുനജ്ജിസുഹു, അങ്ങനെ എന്താണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞതിൽ അല്ലാ യഊദ, യസ്തബിരി എന്ന് പറഞ്ഞതേ അതിനില്ലത്ത് പറയാ ലിഅല്ലാ യഊദ, മത്തനുമായി ബന്ധിച്ചതാ. ഷൈഉൻ ഒന്നും മടങ്ങാതിരിക്കാൻ, മടങ്ങിയാൽ ഫയുനജ്ജിസുഹു, അപ്പം അത് ഇവനെ നജസാക്കും. അതുകൊണ്ട് ഇനി വലാ യുബാലിഗു ഫീഹി, ഇതിലെന്ത് ചെയ്യരുത്? മുബാലകത്ത് ചെയ്യരുത്. ഏത് ഇസ്തിബ്രായിൽ മുബാലകത്ത് ചെയ്യരുത്. ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്തിബ്രായിൽ വല്ലാതെ മെനക്കെടരുത്. അങ്ങനെ മെനക്കെട്ടാൽ എന്തോരം അന്നഹു യൂരിസുൽ വസ്വാസ്, അത് വസ്വാസ് ഉണ്ടാക്കും. വല്ലററ, മറ്റു ബുദ്ധിമുട്ടും ഉണ്ടാക്കും എന്നാ. അത് നേരത്തെ പറഞ്ഞല്ലോ ലുത്തുഫോട് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അവിടെ പറഞ്ഞില്ലേ. എന്ന പോലത്തെ ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഈ ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, എന്ത് മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴുകിയൊക്കെ അങ്ങ് പോകുന്നതിന് ശേഷം പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളകുമ്പോൾ, ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ, ചിലപ്പോൾ ഒന്ന് നടക്കുമ്പോൾ, ചിലപ്പോൾ ഒന്ന് കുനിയ എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു തുള്ളി മൂത്രമുണ്ട് പോകുന്നൊരു ഒരു ബുദ്ധിമുട്ട് അതേ ഉണ്ടാവുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് എന്ത് ഈ ഇസ്തിബ്രായി ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതങ്ങനെ ബാക്കിയാകാതിരിക്കാൻ. അതിപ്പോൾ ഈ വൈദ്യശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. ഒരു പിന്നെ യൂറോളജിസ്റ്റ് ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അപ്പോൾ അയാൾ ഞാനിത് പറഞ്ഞു ഇങ്ങനെ ചിലർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊരു രോഗമൊന്നുമല്ല എന്ന് അയാൾ പറയാം. കാരണം എന്താ, ഈ രോഗവും കാര്യങ്ങളും ചികിത്സയും മരുന്നൊക്കെ തീരുമാനിക്കല്ലേ നമ്മളല്ലല്ലോ. ഇത് നിസ്കാരമൊക്കെ ഉള്ള നമുക്ക് കുറച്ച് ആൾക്കാർക്കല്ലേ ഇത് ബുദ്ധിമുട്ടുള്ളൂ. ഒന്നായിട്ട് പോയാലും ബുദ്ധിമുട്ടില്ലാത്തവരല്ലേ നമ്മളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാ. മൂത്രം ഒന്നായിട്ട് വലിച്ചാലും എന്താ പ്രശ്നമില്ലാത്തവരല്ലേ ഈ നിസ്കാരമൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരല്ലാത്തവർ, അവർക്കല്ലേ ഇപ്പോൾ ഒതു മുറിയുന്നതും നേസാകുന്നതും ഒക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് അയാൾ ഇത് തന്നെ പറഞ്ഞ് ആ ഹൽക്കത്ത് ദുബറിൻ്റെ അവിടെ മുതൽ എന്ത് ചെയ്യുക, അയാൾ പിന്നെ ഇങ്ങനെ 2 കാര്യം പറഞ്ഞു. അതായത് ഹൽക്കത്ത് ദുബർ മുതൽ ദക്കറിൻ്റെ തല വരെ എന്ത് ചെയ്യുക, 2 വട്ടം അമർത്തി തടയുക, ഇരുന്നോണ്ട് തടയുക. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് നിന്നിട്ടും അതേമാതിരി തടയുക. എഴുന്നേറ്റ് നിന്നിട്ട് അതേമാതിരി തടയുക. അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് തടയണമെങ്കിൽ ആ ഹൽക്കത്ത് ദുബറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തടയണമെങ്കിൽ അവരല്പം കാലകത്തി പിടിക്കേണ്ടി വരും ചിലർക്ക്, ശരീരം തടിച്ചവരാണെങ്കിൽ. ഇല്ലെങ്കിൽ പറ്റും. പിന്നെ എന്നിട്ട് വീണ്ടും ഇരുന്നിട്ട് എന്ത് ചെയ്യുക, 2 വട്ടം കൂടി തടയുക. എന്നാൽ പിന്നെ അങ്ങനെ അത് ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ന പോലെ ഈ പിന്നെ ആ നാടി ഈ നരമ്പ് ഒക്കെ ബലമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും പറഞ്ഞു. കൂവത്തുണ്ടെങ്കിൽ അതിനയാളൊരു എക്സർസൈസും പറഞ്ഞു. അതായത് നമ്മൾ ഈ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് നിർത്തുമ്പോൾ ഇങ്ങനെ ഒരു ബലം പിടിച്ചിട്ടാണല്ലോ നിർത്തുക, ഒരു നരമ്പ് ബലം പിടിച്ചിട്ട്, ഒരു പേശി ബലം പിടിച്ചിട്ട്. അതിൻ്റെ ഒരു എക്സർസൈസ്, അതായത് അതൊരു 10 സെക്കൻഡ് പിടിച്ചിങ്ങനെ വെക്കുക. 10 സെക്കൻഡ് പിടിച്ച് വെച്ചിട്ട് പിന്നെ വിടുക. എന്നിട്ടൊരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും പിടിച്ചു വെക്കുക. അങ്ങനെ 10 വട്ടം ആവർത്തിക്കുക. എന്നാൽ അതൊരു എക്സർസൈസാണ്, അവിടെ ബലം കൂടും.
എന്നൊക്കെ പറഞ്ഞ അയാള്. പിന്നെ അപ്പൊ ഇത് അയിമത്ത് പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് ആ വിഷയത്തിൽ വിവരമുള്ളവർ മനസ്സിലാക്കിയത് എന്നർത്ഥം. പിന്നെ ഇനി യുക്റഹുൽ ഖിയാമു ഖബലൽ ഇസ്തിൻജാ, ഇസ്തിൻജാന്റെ മുമ്പ് എഴുന്നേക്കൽ കറാത്ത. അതിൽ ഇമൻ ഇസ്തിബ്റ ചെയ്തവനിക്ക് എന്താണ് എഴുന്നേക്കൽ കറാത്താണ്. എങ്ങനെ ഇസ്തിബ്റ ചെയ്ത്? മിൻ ജുലൂസിൻ, ഇരുന്നിട്ട് ഇസ്തിബ്റ ചെയ്ത്. കാരണം ചിലർക്ക് ഇസ്തിബ്റ എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് നടക്കണമെന്നും പറഞ്ഞല്ലോ, അവർക്ക് പിന്നെ കറാത്ത് എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പോൾ എഴുന്നേക്കൽ സുന്നത്താൻ, ഇസ്തിബ്റാന്റെ ഭാഗം എന്ന നിലക്ക് സുന്നത്തായല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് എന്താണ് അങ്ങനെ കൈതു കൊടുക്കണം. ലിയല്ലാ യുനാഫിയ മാമറ, നേരത്തെ പറഞ്ഞതുമായിട്ട് എതിരാകാതിരിക്കാൻ. പിന്നെ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മിമ്മ യഅ്താദുഹു മുഖ്രിജൻ എന്ന് പറഞ്ഞതിൽ പെട്ടല്ലോ ഈ എന്താണ് എഴുന്നേക്കല്. അപ്പോൾ അതുകൊണ്ട് എതിരാകാതിരിക്കാൻ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇസ്തിൻജാ ഏതാണ്? ഇസ്തിൻജാവിന് മുമ്പ് ഖിയാമു കറാഹത്ത് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ വെള്ളം കൊണ്ടുള്ള ഇസ്തിൻജാ അല്ല എന്നാ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ വെള്ളം കൊണ്ടുള്ള ഇസ്തിൻജാ അവിടെ മാറിയിരിക്കണം എന്ന് പറഞ്ഞല്ലോ അല്ലേ. മുഅദ്ദല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ മുഅദ്ദിൽ ഇൻ സൈദ മിൻഹു ഹവാഉൻ മഖ്ലൂബുൻ, അങ്ങനത്തെ സ്ഥലത്ത് എന്താണ് മാറിയിരിക്കണം. അപ്പോ അതില്ലാത്ത സ്ഥലത്ത്, അതായത് മുഅദ്ദാണ്, ഇങ്ങനെ പേടിയും ഇല്ലാത്ത സ്ഥലത്താണ് എന്ത് ഈ പറഞ്ഞ ഇസ്തിൻജാന്റെ മുമ്പ് എഴുന്നേക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞത് എന്ന് വെക്കണം. അല്ലെങ്കിൽ അത് ഇതും കൂടി എതിരായി പോവുമല്ലോ. പിന്നെ വയഹ്റുമു തബറുസു, പിന്നെ തബറുസ് ഹറാമാണ്. തബറുസ് എന്ന് പറഞ്ഞാൽ തഖവൂത്ത് എന്നർത്ഥം, മലവിസർജനം നടത്തല്. അല മുഹത്തറമിൻ, മുഹത്തറമായ സംഗതിയുടെ മേൽ, ബഹുമാനമുള്ള. കഅലമിൻ, എല്ല് പോലെ, എല്ല് മുഹത്തറമാണ്, അത് നൈസാക്കരുത് എന്ന് ഹദീസിലുണ്ടല്ലോ. പിന്നെ വ ഖബറിൻ എന്ന പോലെ ഖബറ്, ഖബറാരുതാ? ഖബറ് മുഹത്തറമായ ഖബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ഖബർ. പിന്നെ അത് ദിമ്മിയിന്റെ ഖബർ പെടുവോ ഇല്ലേ എന്ന് അവിടെ ഒരു ചോദ്യമായിട്ട് പറയുന്നുണ്ട്. അൽ യഷ്മലുൽ ഖബറുൽ മുഹത്തറമു ഖബറ നഹ്വി ദിമ്മി, ദിമ്മി മുആഹദ് മുസ്തഗ്മനും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ഖബർ പെടുവോന്ന്. അത് പെടാതിരിക്കാനല്ലേ സാധ്യത, അതിന് ഇഹ്തിറാമില്ലല്ലോ. പിന്നെ വഫി മൗളിഇ നുസുക്കിൻ ലയ്യിഖിൻ, ലയ്യിഖായ നുസുക്കിന്റെ സ്ഥലത്തും, അതായത് നുസുക്ക് എന്ന് പറയുന്ന ഹജ്ജിന്റെ അമലുകൾക്കാണല്ലോ. അപ്പൊ അവിടെ ലയ്യിഖായ സ്ഥലമുണ്ട്, അവിടെയും അതും ഹറാമാണ്. ലയ്യിഖായ സ്ഥലം ഏതാ? പിന്നെ ജംറ പോലെ, ജംറ റമീന്റെ സ്ഥലം, അത് മൂന്നും പെട്ടു അല്ലേ. അപ്പൊ അവിടെയും തബറുസ് ഹറാമാണ്. തബറുസ് എന്ന് പറഞ്ഞാൽ മലവിസർജനം മാത്രല്ല കേട്ടോ, തബറുസ് എന്നല്ലേ, മൂത്രവും പെട്ടില്ലേ എന്ന് മാത്രല്ല, അവിടെ വലായബുദു ഇൽഹാഖു ഗൈരിഹി മിൻ സായിരിൻ നജാസത്തി ബിഹി എന്ന് അലീഷ് ഇബ്രാഹിം പറയുന്നുണ്ട്. മറ്റ് നജസുകൾ കൊണ്ടിടലും അങ്ങനെ തന്നെയാണ്, ഇത് രണ്ടും മാത്രല്ല. പിന്നെ അപ്പോ ഈ ലയ്യക്കായ സ്ഥലം എന്ന് പറഞ്ഞു കൽ ജംറത്തി വൽ മഷാരി, മഷാറുൽ ഹറാം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ മുസ്ദലിഫ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ, അപ്പോ അതും അതൊക്കെ ലയ്യക്കായ സ്ഥലം അവിടെ. അപ്പൊ വാസിയായ സ്ഥലമാണെങ്കിലോ, വാസിയായ സ്ഥലം എന്ന് പറഞ്ഞാൽ സഫാ മർവ നന്നായിട്ട് അത് ഹറാമാന്ന് ഇമാം തബരി പറഞ്ഞിട്ടുണ്ട്. അത് വാസിയായതാണെങ്കിലും പിന്നെ അതല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെ? അറഫ, മുസ്ദലിഫ, മിന, ഫലാ യഹ്റുമു ഫീഹാ ലിസഅത്തിഹാ എന്ന് നിഹായ പറയുന്നുണ്ട്. അതൊക്കെ നുസുക്കിന്റെ സ്ഥലങ്ങൾ. വബി ഖുർബി ഖബരി നബിയിൻ, ഒരു നബീന്റെ ഖബറിന്റെ അടുത്തും എന്ന്. ഖാലൽ അസ്റഇയ്യു വബൈന ഖുബൂരിൻ നുബിഷത്ത്, എന്ത് വീണ്ടും മാന്തി എന്ത് ചെയ്ത് മറവി ചെയ്യുന്ന ഖബറുകളുടെ ഇടയിലും ലിഖ്തിലാത്തി തുർബത്തിഹാ ബി അജ്സാഇൽ മയ്യിത്തി, അത് സാധാരണ ഖബർസ്ഥാനുകളിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരിക്കൽ ഖബറടക്കി അവിടെ പിന്നെ മാന്തു, പിന്നെ ഖബറടക്കും. അപ്പൊ ആ മണ്ണ് മയ്യത്തിന്റെ അജ്സാവുമായി കൂടിക്കലർന്നുകൊണ്ട്
സാധാരണ ഖബറുകളുടെ ഇടയിൽ. അത് മുഹത്തറമായ ഖബറാണ്, മുസ്ലിമിൻ്റെ ഖബർസ്ഥാനാണ്, അതിൻ്റെ ഇടയിലും. അപ്പോൾ ഖബർസ്ഥാനിലൊന്നും പോയി മലമൂത്രം ചെയ്യാം, അത് ഹറാമാണെന്നാ അല്ലേ, കാലല്ലതരേ ഹറമോ അല്ലേ. പിന്നെ വയുക്രഹു ബി ഖുർബി ഖബരിൻ മുഹത്തറമിൻ, മുഹത്തറമായ ഖബറിൻ്റെ മുകളിൽ എന്നാണ് നേരത്തെ ഹറാമെന്ന് പറഞ്ഞാൽ അല്ലേ. പിന്നെ അലാ മുഹത്തറമിൻ എന്നിട്ടാണ് എന്ത് കാലമിൻ വ ഖബരിൻ എന്ന് പറഞ്ഞത്. പിന്നെ നബീൻ്റെ ഖബറാവുമ്പോൾ അതിൻ്റെ അടുത്തും എന്ന് പറഞ്ഞു. എന്നാൽ മറ്റ് ഖബറുകളുടെ അടുത്തോ അവിടെ കറാഹത്താണ്, വയുക്രഹു. പിന്നെ തഷ്ദദ്ദുൽ കറാഹത്തു ഫി ഖബരി വലിയൻ, അപ്പോൾ ഔലിയാക്കളെ ഖബറിൻ്റെ അടുത്താണെങ്കിലോ അത് കറാഹത്തിന് ശിദ്ദത്ത് കൂടും. ഔ ആലിമിൻ ഔ ഷഹീദിൻ, ആലിമിൻ്റെയോ ഷഹീദിൻ്റെയോ ഒക്കെ ഖബറിൻ്റെ അടുത്താവുമ്പോൾ കറാഹത്ത് ശക്തി കൂടും. പിന്നെ വയുസന്നുത്തിഹാദു ഇനാഇൻ ലിൽ ബൗലി ഫീഹി ലൈലൻ, പിന്നെ ഒരു പാത്രം എടുത്തു വെക്കൽ സുന്നത്താണ്. എന്തിന്? ലിൽ ബൗലി ഫീഹി, ആ പാത്രത്തിൽ മൂത്രമൊഴിക്കാൻ. ലൈലൻ, രാത്രിയിൽ അങ്ങനെ ആവശ്യം വന്നെങ്കിലേ ഒരു പാത്രം വെക്കൽ നല്ലതല്ലേ. എന്താ രാത്രി പുറത്ത് പോയി മൂത്രമൊഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ പുറത്ത് ബാത്റൂം ഉണ്ടെങ്കിൽ അവിടെ പോയി മൂത്രമൊഴിച്ചാൽ പോരെ. അത് രാത്രിയിൽ ഈ പറഞ്ഞ കനീഫുകളിൽ പോകൽ ഈ ആബില് പറഞ്ഞിട്ടുണ്ട്. ഈ ആബില് ലഅന്ന ദുഖൂലൽ ഹുശൂഷി ലൈലൻ യുഖ്ഷാ മിൻഹു എന്ന്. ഹുശൂഷ് എന്ന് പറഞ്ഞാൽ ഹുഷിൻ്റെ എമ്മ, അതായത് കനീഫ് ഖലാ എന്നർത്ഥം. അവിടെ രാത്രിയിൽ പോകൽ യുഖ്ഷാ മിൻഹു, പേടിക്കണം. അപ്പം അതുകൊണ്ട് പേടിയുണ്ടാവും. അവിടെ ഷയാത്തിൻ്റെ മാവുകയാണല്ലോ. അപ്പോൾ രാത്രിയിലാകുമ്പോൾ അവരുടെ തമറുദിൻ്റെ സമയം കൂടിയാണല്ലോ, ഇരുട്ട് സമയത്തല്ലേ. ഈ സന്ധ്യ ആയാൽ തന്നെ തമറുദ് തുടങ്ങുന്നല്ലേ. അതുകൊണ്ടല്ലേ സന്ധ്യ സമയത്ത് പിന്നെ ഇരുട്ടിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടുണ്ട് പുറത്ത് ഇറങ്ങും. അതുകൊണ്ടാണ് കുട്ടികളെ കാക്കണമെന്ന് പുറത്തിറക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ സുൽത്താനിൻ്റെയും തമറുദിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് രാത്രിയിൽ അങ്ങനെ പോലെ പേടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് രാത്രിയിൽ ഒരു പാത്രം എടുത്ത് വെക്കുക മൂത്രമൊഴിക്കാൻ ആവശ്യം വന്നെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നു എന്നും യബൂലു ഫീഹി ലൈലൻ വയദഉഹു തഹ്ത സരീരി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും മൂത്രമൊഴിക്കാന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും മൂത്രമൊഴിക്കാലോ എന്നേ അതിനർത്ഥമുള്ളൂ. അത് യദഉഹു തഹ്ത സരീരി, അത് കട്ടിലിൻ്റെ അടിയിലാണ് വെക്കുകയെന്ന്. കട്ടിലിൻ്റെ അടിയിൽ മൂത്രമൊഴിച്ചിട്ട് മൂത്രത്തോടു കൂടെ വെക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, പാത്രം അവിടെ വെക്കലെന്ന്. പിന്നെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പുറത്തുപോയി മൂത്രമൊഴിച്ചെന്നല്ലേ. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മൈമൂന ബീവിൻ്റെ വീട്ടിൽ പോയി താമസിച്ച സമയത്തുള്ള ഹദീസിലും മറ്റു പല ഹദീസുകളിലും ഉള്ളത്. രാത്രി എഴുന്നേറ്റെന്നും ഷെന്നും മുഴലൊക്കെ ഉണ്ട് അതെടുത്തുവെന്നും പിന്നെ ഒതുണ്ടാക്കിയെന്നും അതുപോലെ മൂത്രമൊഴിക്കാൻ പോയി. അപ്പോൾ അവിടെ മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളം കൊണ്ടുവച്ച് വന്ന് ആര്? ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന് പറഞ്ഞത് ആയിരുന്നു അടുത്ത സംഭവമൊക്കെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, രാത്രി അങ്ങനെ പുറത്തു പോകാൻ വിഷമം ഉണ്ടായി എന്നാലും ഉപയോഗിക്കാമല്ലോ എന്ന നില, അത്രയേ ഉള്ളൂ അതിനർത്ഥം. ലൈലൻ നാം എന്ന അത് അങ്ങനെ പറഞ്ഞിട്ട് പറയാം. നാം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുൻഖി അൽ ബൗല ഫീ ഇനാഇഹി, അങ്ങനെ മൂത്രമൊഴിച്ചാൽ എന്ത് ചെയ്യരുത്? ആ പാത്രം ആ മൂത്രം അതിൽ വെച്ചേക്കരുത് എന്ന്. യുൻഖി എന്ന് പറഞ്ഞാൽ യുബക്കി എന്നാ, അത് അവിടെ വെക്കരുത്. ഫീനായി പാത്രത്തിൽ വെക്കരുത്, അത് പുറത്തേക്ക് കൊണ്ട് ഒഴിക്കാലോ അല്ലേ. മുറ്റത്തിറങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് ഒഴിച്ചാലും മതി, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ കൂടുതൽ സമയം വെക്കരുത് എന്നൊരർത്ഥമുണ്ട് അതിന്. അപ്പോൾ ഏതായാലും അതങ്ങനെ വെക്കരുത്. പിന്നെ ലിഅന്നൽ മലായിക്കത്ത, കാരണം അങ്ങനെ അതിൽ വെക്കരുത് എന്ന് പറയാൻ കാരണം മലക്കുകൾ ലാ തദ്ഖുലു ബൈത്തൻ ഹുവ ഫീഹി എന്നാ. ഈ പാത്രത്തിൽ മൂത്രം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരൂല, മലക്കുകൾ വരൂല. പിന്നെ അപ്പം അതുകൊണ്ട് എന്ന് പറയുമ്പോൾ തീരെ വെക്കരുത് എന്നാണ്. മൂത്രം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യം വന്ന് മൂത്രം ഒഴിച്ചാൽ അതും കൊണ്ട് കളയണം. കുട്ടികളെ മൂത്രം ഒഴിപ്പിക്കണം, പാത്രത്തിൽ മൂത്രം ഒഴിപ്പിച്ച് കുട്ടീനെ കിടത്തി, എന്നിട്ട് മൂത്രം അവിടെ വെക്കരുത്, അതും കൊണ്ട് കളയണം. അങ്ങനെ ലിഅന്നൽ മലായിക്കത്ത അയില്ലദീന ലിർറഹ്മത്തി വസിയാദത്തി എന്നാണ് ഇവിടെ എൻ്റെ നുസ്ഖയിലുള്ളത്. എന്നാൽ വൽ ബറക്കത്തി എന്ന വേറെ ചില നുസ്ഖയിലുള്ളത്. അപ്പം റഹ്മത്ത് ബറക്കത്തിൻ്റെ മലക്കുകൾ, അല്ലാതെ അദാബിൻ്റെ മലക്കുകൾ, ബലായിൻ്റെ മലക്കുകൾ എന്നപോലെ ഇവൻ്റെ ഹസനത്തും സയ്യത്തും എഴുതുന്ന മലക്കുകൾ അവരൊന്നും ഇതിൽ പെട്ടിട്ടില്ല. അവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാകും. കരീനായ മലക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റഹ്മത്തും സിയാദത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ ബറക്കത്ത് എന്നുള്ള അർത്ഥം തന്നെയാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തു ഖൈരിൻ ഇലാഹി എന്നല്ലേ, അതായിരിക്കും.
ലാ തദ്ഖുലു ബൈതൻ ഹുവ ഫീഹി മൂത്രമുള്ള വീട്ടിൽ കടക്കൂല. കൽബിൻ കൽബുള്ള വീട്ടിലും കടക്കൂല. വലോ മുഅല്ലമൻ അത് മുഅല്ലമായ നായയാണെങ്കിലും കടക്കൂലാന്നാ. അപ്പൊ വേട്ടയ്ക്ക് വേണ്ടി പഠിപ്പിച്ച നായാണെന്നുണ്ടെങ്കിൽ വേട്ടയ്ക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ആ നായിനെ വളർത്തല് അനുവദനീയാണ്. അനുവദനീയാണെന്നുണ്ടെങ്കിലും എന്തില്ല, ആ നായ കടക്കൂല. അല്ല, മലക്കുകൾ ആ വീട്ടിൽ വരൂല. അല്ലേ, ജുനുബിൻ ജനാപത്തുകാരനുള്ളിടത്തും വരൂല. അവിടെ ഒന്നും കൈതില്ല. മലക്ക് വരുന്നിടത്ത് കൈതില്ല. ജനാപത്ത് മയസിയത്ത് കൊണ്ട് ജനാപത്തുണ്ടായതുണ്ടോ? അങ്ങനെയില്ല. ഹൈദും നിഫാസും ഉള്ളവർ എന്താണ്, ഈ മരണം ഹാളിറായവരുടെ അടുത്ത് നിന്ന് മാറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ, അവര് ഈ മലക്കുകൾ വരുന്നതിന് തടസ്സമാണ്. അപ്പോൾ മുഹത്തലറിന്റെ അടുത്ത് റഹ്മത്തിന്റെയും എന്ന പോലെ വർക്കത്തിന്റെയും ഒക്കെ മലക്കുകൾ വരേണ്ട സ്ഥലമാണ്. അപ്പൊ അവരവിടുന്ന് മാറിയിക്കണം എന്നാണ്. സൂറത്തിന് എന്ന പോലെ ഫോട്ടോ ചിത്രങ്ങളുള്ളതും ആ വീട്ടിലും വരൂല എന്നാണ്. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ ആ വീട്ടിൽ വരൂല. സൂറത്തിനും എന്താണ് ഈ തഫ്സീലില്ല. അനുവദനീയമായ സൂറത്താകുക അല്ലാതിരിക്കുക എന്നുള്ള തഫ്സീറൊന്നുമില്ല അവിടെ. അവിടെ സൂറത്ത് ജായിസത്താണെങ്കിലും അല്ലെങ്കിലും അത് ഇവിടുന്ന് തന്നെ മനസ്സിലാവും. ജനാപത്ത് മഹസിയത്തുള്ള ജനാപത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയിമത്തിന് ചർച്ച ഉണ്ട് അവിടെ. ചില അയിമത്ത് അങ്ങനെ കൈതാക്കിയിട്ടുണ്ട്. എന്ന പോലെ കെൽബു വലോ മുഅല്ലമൻ എന്ന് പറഞ്ഞത് അത് റദ്ദിനാണത്. ചില അയിമത്ത് എന്താക്കി, മുഅല്ലമായ കെൽബാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. വളർത്തൽ അനുവദനീയമായത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് അത് മുത്തലക്കായിട്ടാ. മലക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തടസ്സം തന്നെയാണ് എന്നാ. ജായിസായ കാര്യം ഉണ്ടാവുമ്പോ തന്നെ മലക്കുകൾ വരാതിരിക്കാല്ലേ. ഏതുപോലെ സൂമ് അല്ലേ, ഉള്ളി തിന്നല് ജായിസാണല്ലോ. പിന്നെ അത് റായിഹത്തും കരീഹത്തുള്ളത് കൊണ്ട് ജായിസ് എന്ന് പറഞ്ഞാൽ ഒരുത്തന് വല്ലാണ്ട് പൂതി ഉള്ളി തിന്നാൻ, എന്നാൽ കറാഹത്തില്ലാതാകുന്നു അയിമത്ത് പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് തശക്കി ഉണ്ടാവുമ്പോഴേ അത് തിന്നു, എന്നാൽ കറാഹത്ത് വരൂല. പക്ഷേ മലക്കുകൾ വരൂലല്ലോ. അപ്പൊ എന്ന പോലെ തന്നെയാണ് ഇതെല്ലാം. പിന്നെ അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഈ ഫോട്ടോ എടുക്കൽ വല്ലാണ്ടൊരു മുസീബത്താ. എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നെ അതിനുവേണ്ടി ഇപ്പൊ അങ്ങനെ പോസ് ചെയ്യലാണ്. വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും. ഈ മൊബൈല് മൾട്ടിമീഡിയ കയ്യിലുള്ളതുകൊണ്ട് എല്ലാവരും അത് ഭയങ്കര മുസീബത്താ. അദാബ് ഭയങ്കരമായിട്ടാണല്ലോ പറഞ്ഞത്. എന്ത് ലാനല്ലാഹുൽ മുസവ്വിരീനാന്നോ യുഅദിബുല്ലാഹുൽ മുസവ്വിരീന എന്നൊക്കെ പറഞ്ഞ ഹദീസിൽ ഭയങ്കര താക്കീതായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അത് പിന്നെ ജിർമുള്ള സൂറത്ത് എന്ന് പറഞ്ഞാല് ജിർമുള്ള സൂറത്ത് അല്ലാത്തതും ഇപ്പോ, അതായത് ഇപ്പൊ അത് സൂറത്ത് തസ്വീർ പാടില്ല എന്ന് വെക്കാനുള്ള അസല് കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ ബിംബുണ്ടാക്കുന്ന എന്താണ്, അത് ഉണ്ടാക്കിയിട്ട് ഇവര് ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് വന്നതാണല്ലോ. അത് ജിർമില്ലാത്ത സൂറത്തിനും ഇപ്പൊ എന്താണ് മാലയിട്ട് പൂജിക്കുന്നില്ല. ചില കടകളിലൊക്കെ കയറിയാൽ കണ്ടില്ലേ, ഇങ്ങനെ ഫോട്ടോ എടുത്ത അവരുടെ ആലിഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മുന്നിൽ വിളക്കെത്തിക്കലും മാലയിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോ ആ ഇല്ലത്തുള്ള നോക്കിയാലും എന്താണ് ഇത് പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വഭാവം എല്ലാവർക്കും ഇല്ലാതാകണം. തൊട്ടതെല്ലാം ഫോട്ടോ എടുക്കുക എന്നുള്ളത്. പിന്നെ അതില് പിന്നെ മദ്ഹബുകളിലൊക്കെ ഖിലാഫൊക്കെ ഉണ്ട്. വനഹാ അൻ യഖൂല വനുഹിയ അൻ യഖൂല അൽ ഇൻസാൻ, അല്ലെ നഹാ അൻ യഖൂല അൽ ഇൻസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് പറയല് മനുഷ്യൻ. അഹ്റഖ്തുൽ മാ എന്ന് പറയുക, അതായത് മൂത്രം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു എന്ന് പറയല്. വലാക്കിൻ ലിയഖുൽ, പിന്നെന്താണ് അവൻ പറയട്ടെ, ബുൽത്തു ഞാൻ മൂത്രം ഒഴിച്ചു, ബാലയബൂലു ബുൽത്തു അതെന്നെ പറഞ്ഞോട്ടെ എന്നാ. അപ്പൊ അങ്ങനെ നെഹിയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലിയഖുൽ. എന്റെ കിതാബില് നൂനായിട്ട് എഴുതിയിട്ടില്ല, അങ്ങനല്ല, ലിയഖുൽ എന്നാ.